ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സോയ റൈസാണ്. ഉണ്ടാക്കാനും ഈസിയാണ്, ടേസ്റ്റും അടിപൊളി ടേസ്റ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത് ചെറിയ സോയ വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ അത് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതങ്ങ് മാറ്റി വയ്ക്കുക. നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 പച്ചമുളകും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും ക്യാരറ്റും ചേർത്ത് കൊടുക്കാവേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ ക്യാരറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അത് മാത്രം ചേർത്ത് കൊടുത്ത്. ക്യാപ്സിക്കോ, ക്യാബേജോ, ബീൻസോ അങ്ങനെ എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനിയാണ് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത് കേട്ടോ. അത് ഗരം മസാല കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. അത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സോയാബോളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ വേണ്ട റെഡ് ചില്ലി സോസാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കി കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ റൈസ് റെഡി കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ സൈഡായിട്ട് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല, ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.